മണി ഓ മണിയെ ഒരു ചായ ദാ കൊണ്ടുവരണം. ഇത്ര പെട്ടെന്ന് എടുത്താ? റെഡിമെയ്ഡ് ചായ ഉണ്ടാക്കി വെച്ചേക്കായിരുന്നു. എന്ത് ലേറ്റ് ആയേ? അവിടെ തീരണ്ടേ പണി. പിന്നെ അമ്മ വല്ലതും പറഞ്ഞ? അമ്മയോട് ഞാൻ ചോദിച്ചു, ഒന്നും പറയണില്ല. നീ ചിന്നുവിന്റെ അടുത്ത് ചോദിച്ചോ? അവക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടെ, എന്തോന്നാണ് കാര്യം എന്ന് അവക്ക് അറിയില്ല. കുറെ പ്രാവശ്യം ചോദിച്ചു. എനിക്കാണെങ്കിൽ മണി ഓഫീസിൽ ഇരുന്ന് ഈ ഒരു കാര്യം തന്നെയായിരുന്നു ചിന്ത. ഒരു കാര്യം ചെയ്യും, അമ്മയടുത്ത് പോയി ചോദിച്ചു എന്തോന്നാണ് കാര്യം എന്ന്. ഞാനേ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട്. കുളിക്കൊന്നും വേണ്ട, പോയി ചോദിക്കുക. ചില്ല് അതെ അമ്മ, എന്തായാലും അമ്മ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. എന്തിന് കരുതിയിരുന്നു? എന്തൊന്നിന്റെ കാര്യം? ചില കാര്യങ്ങളൊക്കെ ഞാൻ മണത്തറിയുന്നുണ്ട്. ഒരു കാര്യം പറ തെളിച്ച്. കാര്യമൊക്കെ പിന്നെ അമ്മയ്ക്ക് മനസ്സിലായിക്കോളും, എന്നാൽ അമ്മ ധൈര്യം കൈവിടരുത്. അമ്മ എനിക്ക് ഒരു പാരയും വെക്കൂല. അമ്മയ്ക്ക് എന്നോട് സ്നേഹമാണേ. വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കില്ലേ. ഇനിയിപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ മതിയല്ലോ. അയ്യോ, എല്ലാം വെറും അമ്മയുടെ തോന്നൽ മാത്രം. ഓടി ഓടുന്നു. അമ്മ അമ്മ ഉറക്കമാണോ? ഏയ് ഉറക്കമൊന്നും അല്ലടേ. എന്തമ്മ വയ്യ അമ്മയ്ക്ക്? വയ്യാഴിയൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചപ്പോ അങ്ങനെ മയങ്ങിപ്പോയി. നീ വന്നിട്ട് കുറെ നേരം ആയോ? ഞാൻ വന്നപ്പോ അമ്മ നല്ല ഉറക്കം. പിന്നെ വന്ന് ശല്യം ചെയ്യണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ കാത്തു പോയതാ. അമ്മ എന്റെ അടുത്ത് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തമ്മ? അതൊന്നും അതെന്ന് വെച്ചാല് നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ മോനെ രാമനുണ്ണി നിനക്ക് അറിയത്തില്ലേ? പിന്നെ ഉണ്ണിയാവന്റെ മോൻ അവൻ ഗൾഫിലല്ലേ, കുറെ നാളായില്ലേ പോയിട്ട്, ഒരു വിവരമില്ലല്ലോ. അതേന്നേ, ഉണ്ണി ഇനി അവിടെ ഉള്ള ആൾക്കാരോടൊക്കെ അന്വേഷിച്ചു, എന്നിട്ട് ഒരു വിവരവും ഇല്ല. കഷ്ടം തന്നെ. അവൻ ഇങ്ങനെ ഈ വാശിയൊക്കെ കാണിച്ച് നാട് വിട്ടു പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അതെ, ഉണ്ണിക്കും അത് വലിയ വിഷമമുണ്ട്. ഒറ്റ മോനല്ലേ ഈ ഉണ്ണിയാവനെ. ഇപ്പോഴും ഇതൊക്കെ തന്നെ? അതൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ കാര്യമാണ്. അല്ല, നമ്മളോട് ഇപ്പോഴും മാമന് ഗർവ് തന്നെ. അവൻ എന്നോട് ഗർവ് കാണിച്ചാലും എനിക്ക് അവനോട് ഗർവ് കാണിക്കാൻ പറ്റുമോ? രക്തബന്ധമല്ലേ. പിന്നെ രാമനുണ്ണി 2 ദിവസം മുമ്പ് നാട്ടിൽ വന്നു. അവൻ എന്നെ കാണാൻ വന്നു. അവൻ ചിന്നുനെ കേട്ടാ? ഇല്ലില്ല, അവള് ജോലിക്ക് പോയിരുന്നു. അവ അമ്മയെ കാണാൻ വന്നോ? അതായത് പണ്ട് നമ്മൾ ഇവളുടെ കല്യാണം ഉറപ്പിച്ചിരുന്ന സമയത്ത് അവന് പ്രായമായില്ല, അവന് ജോലിയില്ല, അന്ന് നമ്മുടെ ബന്ധു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേണ്ടാന്ന് വെച്ചതല്ലേ. പക്ഷെ അവനിപ്പോ ചിന്നുവിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അവൻ പറയുമായിരുന്നു, നീ എന്ത് ഉണ്ടായാലും കുഴപ്പമില്ല, ഞാൻ ചിന്നുവിനെ കല്യാണം കഴിച്ചോളാം. അമ്മ എന്തൊരു പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് ആലോചിക്കട്ടെ. അതൊന്നും ശരിയാവില്ല അമ്മ. എന്താ ശരിയാവാത്തെ? അമ്മ ഒന്നാമത് ഈ ബന്ധുക്കൾ, ഈ രക്തബന്ധു ഒന്നും ശരിയാവൂല. പിന്നെ ഇവളെ കെട്ടിക്കാനാണെങ്കിൽ നാട്ടിൽ വേറെ എത്രയോ നല്ല ചെറുക്കന്മാരുണ്ട്. അയ്യടാ, എന്നാ പിന്നെ നീ എന്താടാ കെട്ടിക്കാഞ്ഞേ? അമ്മ അതിനെ അവള് സമ്മതിക്കോ? അവള് സമ്മതിക്കോ? നീ അവളോട് ഈ കാര്യം സംസാരിക്കേ, അവളുടെ മനസ്സെനിക്കറിയാം, അവളിത് സമ്മതിക്കും. അമ്മ അത് ശരിയാവില്ലമ്മ. എന്താ ശരിയാവാത്തെ? അത് വേറെയും കാര്യങ്ങളുണ്ട്, വേറെയും പ്രശ്നങ്ങളുണ്ട്. വേണ്ട, ഇത് വേണ്ടമ്മ, ശരിയാവൂല. അത് എന്താ ശരിയാവാത്തെ? എടാ, പെണ്ണിന് പ്രായം കൂടി വരിക, അറിയാവോ? പിന്നെ എനിക്കും പ്രായമേ വരുക. അതിനുമുമ്പ് എന്റെ കാലം കഴിയുന്നതിന് മുമ്പ് അവളെ ആരെങ്കിലും ഒന്ന് പിടിച്ചേൽപ്പിക്കണം. അത് അവക്ക് ഇഷ്ടമുള്ളവർത്തനായാലും എന്താടാ കുഴപ്പം? എന്തായിരുന്നാലും ഇത് ശരിയാവൂലമ്മ, അത് വേണ്ട. നാളെ അവൻ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ടോ? നീ എന്റെ മൂത്ത മാനായതുകൊണ്ടാണ് ഞാൻ നിന്നോട് ആലോചിച്ചത്. നീ ഇനി എന്ത് എതിർപ്പ് പറഞ്ഞാലും ഞാൻ ഈ കല്യാണം നടത്തും. അമ്മ, ഞാൻ ഒരു കാര്യം പറയാം. ഞാനേ അവളുടെ ഒരേ ഒരു ആങ്ങളെയാണ്. ഞാൻ ഇത് സമ്മതിക്കില്ല. നീ സമ്മതിക്കണ്ടടാ, ഞാനിത് നടത്തും. കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് വ്യക്തമല്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം ഞാൻ നടത്തും. അമ്മ ധൃതി പിടിക്കല്ലേ അമ്മ, എനിക്കൊന്ന് ആലോചിക്കണം. എന്തോന്ന് ആലോചിക്കാനാ? അവരായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, പിന്നെ എന്തോന്ന് ആലോചിക്കാനാ? അതല്ല അമ്മ, വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട്. എന്ത് കാര്യം? ഞാൻ പിന്നെ പറയാം. അമ്മ ധൃതി പിടിക്കണ്ട അമ്മ. എനിക്കൊന്നും അറിയണ്ട, ഞാനിത് നടത്തും. അമ്മ കേൾക്കുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല. വ്യക്തമായിട്ട് അറിയണമെങ്കിലേ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞു തരാം. ചോദിക്ക്. അല്ല, നീയൊക്കെ എന്തിനാ അവിടെ ഒളിച്ചെന്ന് എന്ത് ചെയ്യായിരുന്നു? അയ്യോ, അത് അച്ഛമ്മ വലിയൊരു 8 കാലി അവിടെ ഇത്ര വലിപ്പം വരും. അത് അത്ര വലിപ്പം വരുന്നത്. അല്ല, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? നിന്നോടെ ചോദിച്ചേ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഇങ്ങനെ നടക്കായിരുന്നേ, അതിന് ഇവരിവിടെ ഇങ്ങനെ നിക്കുന്നമ്മ. അപ്പൊ എന്താന്ന് അറിയാൻ വേണ്ടി ഞാൻ നിന്നേ ഉള്ളൂ. അല്ല, ഞാൻ എന്തിനാ ഇവിടെ?
അയ്യോ അച്ഛമ്മ പച്ചക്കള്ളം. ഈ അപ്പച്ചിയാണ് ഞങ്ങളെയും കൂടി വിളിച്ചിട്ട് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, വാ നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. അതെയോ? എന്നിട്ട് കേട്ടോ? എന്തോന്ന് പറഞ്ഞേ? എന്താ പറഞ്ഞെന്ന് നിന്റെ അച്ഛനോട് ചോദിക്ക്, പറഞ്ഞുതരും. ഓക്കെ അച്ഛമ്മ. അച്ഛാ. രവിയണ്ണ. അച്ഛാ. എവിടെ നിന്ന് ശബ്ദം കേൾക്കണം? ബാത്റൂമിലായിരിക്കും. എന്തോന്നായിരിക്കും എന്തോ എന്തായിരിക്കും? അച്ഛൻ വന്നിരുന്നു, എനിക്ക് അറിയായിരുന്നു. എന്തോന്ന്? അച്ഛാ, അച്ഛമ്മയില്ലേ, അച്ഛമ്മ നേരത്തെ പറഞ്ഞ കാര്യം എന്തോന്ന്? അച്ഛാ സസ്പെൻസ് തരാതെ കാര്യം പറ അച്ഛാ, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും ടെൻഷൻ അടിച്ച് ചാവും. അതെ, എനിക്ക് എല്ലാ കാര്യവും നിങ്ങളോട് പറയാൻ പറ്റുമോ? ഞങ്ങൾ അമ്മയും മോനും ആകുമ്പോ പല കാര്യങ്ങളും പറഞ്ഞു തന്നിരിക്കും. കളിക്കാതെ കാര്യം പറ അച്ഛാ. വിട്. കളിക്കാതെ കാര്യം പറ കൊച്ചേ, എനിക്ക് ദേഷ്യം വന്നിരിക്കുകയാണ്, മനസ്സിലായോ? എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ പിടിച്ചാൽ കിട്ടൂല. മക്കളെ നമുക്ക് പോവാം. അല്ല, അവരെ അമ്മയും മോനും തമ്മിലുള്ള കുടുംബകാര്യങ്ങളൊക്കെ അറിയാൻ നമ്മൾ ആര്? ഇറങ്ങ് എല്ലാം ഇറങ്ങ്. അല്ലെങ്കിൽ ഈ മുറിയിൽ ഭയങ്കര ശ്വാസം മുട്ടില്ല. പോ അല്ലേ അണ്ണാ? അതെ, ഇവിടെ ആരും നിൽക്കണ്ട. എത്ര ശ്രമിച്ചാലും എന്റെ വായിന്ന് ഒരു കാര്യം ആരും ഇവിടെ അറിയാൻ പോണില്ല. എല്ലാരും പോ. അല്ല വേണ്ട, ഞാൻ പോവാം. ഇരുന്നോ. ഇത് അത് തന്നെ. ഏത്? എന്ത്? അതെ, അച്ഛനെ ചിലപ്പോ അപ്പച്ചിയല്ല അച്ഛമ്മ അമ്മയെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ച് കാണും. പോടെ അവിടുന്ന്. പിന്നെ എന്നെ ഉപേക്ഷിക്കാൻ? എടി, ഇത് വല്ല നിസ്സാര കാര്യമായിരിക്കും. അമ്പലത്തിൽ വിളക്ക് കത്തിക്കുന്നതാ, റേഷൻ കാർഡിൽ പേര് പുതുക്കുന്നതാ, അങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും നിസ്സാര കാര്യമൊന്നും അറിയാനുള്ള ഇൻട്രസ്റ്റ് എനിക്കും ഇല്ല. കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും. നിനക്കും കിട്ടിയില്ലല്ല. മുന്തിരിങ്ങ കിട്ടിയ? പാടി പോ, എന്നിട്ട് പോ. നീ പോടി. ഇവളോടുണ്ടല്ലോ ഞാൻ പറഞ്ഞു കൊടുക്കൂല, വിഷയം അറിഞ്ഞാലും. അമ്മ വാ, നമുക്ക് പോവാം. ചോദിച്ചു നോക്കട്ടെ. എന്നാ പിന്നെ ഞാനും പോവാം. എന്താണോ എന്തോ. ഞാനേ നാളെ രാവിലെ എന്റെ തറവാട്ടിലേക്ക് പോകട്ടോ. എന്നോട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരോടൊപ്പം ജീവിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്റെ മണി, നീ ഇങ്ങനെ മുന വെച്ചുള്ള വാക്കുകൾ പറയാതെ. എനിക്ക് നീ അറിയാത്ത ഒരു രഹസ്യം ഇല്ല. ഒരു രഹസ്യമില്ലേ? ഇല്ല. അമ്മ പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. എടി, അത് ചിന്നും പിള്ളേരും നിന്നോണ്ടല്ലേ ഞാൻ പറയാത്തത്. ആണോ? പിന്നെ ശരിക്കും സത്യമായിട്ട് നിന്നെ ഒന്ന് തനിച്ച് കിട്ടുമ്പോൾ നിന്റെ അടുത്ത് പറയാൻ വേണ്ടി ഇരിക്കല്ലേ ഞാൻ. എന്തോ കാര്യം? എടി, ചിന്നുവിനെ പണ്ട് കെട്ടണം എന്ന് പറഞ്ഞു നടന്ന രാമനുണ്ണി അറിഞ്ഞൂടെ, ഉണ്ണിമാവന്റെ മോൻ. അന്ന് കെട്ടിച്ചു കൊടുക്കാത്തോണ്ടാവാൻ വാശിക്ക് നാട് വിട്ടു പോയി അറിഞ്ഞൂടെ? ഓ, അതിനുശേഷമല്ലേ ഉണ്ണിമാമ നമ്മളെ അടുത്ത് മിണ്ടാത്തെ? ഓ, അവ ഇപ്പൊ ഗൾഫിലെങ്ങാണ്ടല്ലേ? അത് തന്നെ. എന്നിട്ട് അവൻ എന്തോ പറ്റി? അവൻ തിരിച്ചു വന്നിരിക്കുന്നു. അവൻ വന്നിട്ടേ അമ്മയടുത്ത് വന്നിട്ട് ചിന്നുവിനെ കല്യാണം ആലോചിച്ചിരിക്കുന്നു. അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യോ? മണി, എനിക്കാണെങ്കിൽ അവനെ പണ്ടേ കണ്ടുകൂടാ. അവക്കേ അവനോട് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നല്ലേ? നിങ്ങളായിട്ടല്ലേ അത് മുടക്കിയത്? അവൾക്ക് അങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അത് പിന്നെ ആ പ്രായത്തിന്റെ പക്വത ഇല്ലായ്മ കൊണ്ട് അതൊക്കെ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ പോട്ട്. ഇപ്പൊ അവളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോണ്ടല്ലേ കല്യാണം ആലോചിച്ചോണ്ട് വന്നേ? എന്റെ മണി, എനിക്കാണെങ്കിൽ അവനെ ഉൾക്കൊള്ളാൻ വയ്യ. ഈ അമ്മയാണെങ്കിൽ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദിവ്യേട്ടന് എന്തിനാ ആവശ്യമില്ലാത്ത വാശികള്? വാശിയല്ല മണി, പിന്നെ എനിക്കാണെങ്കിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തോ സംശയം? അതെ, നമ്മുടെ മണിക്കുട്ടനും ചിന്നുവും തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടെങ്കിലോ? ഒന്ന് പോ അച്ഛാ, അവർ നല്ല ഫ്രണ്ട്സ് ആണ്. ഈ പെണ്ണെല്ലാം നശിപ്പിച്ച്. അത് പിന്നെ അമ്മ. അച്ഛാ, ഞങ്ങക്ക് എന്താണെന്ന് അറിയാതെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഈ പിള്ളേരുടെ കാര്യം. പിന്നെ അച്ഛാ, അപ്പച്ചിക്കും മാമനും തമ്മിൽ നല്ല അറ്റാച്ച്മെന്റ് ആണ്. പക്ഷെ അച്ഛൻ കരുതുന്ന സ്നേഹബന്ധമൊന്നും അവർക്കിടയിൽ ഇല്ലെന്നാണ് തോന്നുന്നത്. ആ, എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. അല്ലേ? എനിക്കും. പക്ഷെ അങ്ങനെയല്ലോ കാണുമോ? ആ, എന്തായാലും മറ്റേ മാമൻ നാളെ വരുമല്ലോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, പ്രണയ നൈരാശ്യത്താൽ വർഷങ്ങൾക്ക് മുമ്പ് നാടുവിട്ട നമ്മുടെ കഥാനായകൻ പ്രണയ സാഫല്യത്തിനായി ഇതാ തിരിച്ചു വരികയാണ് സുഹൃത്തുക്കളെ, തിരിച്ചു വരികയാണ്. മാസ് എൻട്രി.
ബെൻസും BMW ഒക്കെ ഇപ്പം വാടകയ്ക്ക് കിട്ടേക്കെ ചെയ്യും. അച്ഛന്റെ കുശുമ്പിന് ഇതുവരെ ഒരു കുറവുമില്ലേ? ഇതാ മാമന്റെ കാറ് തന്നെ. മാമൻ ഹലോ മിസ്റ്റർ രവീന്ദ്രനാഥൻ, മിസ് മണിക്കുട്ടി, ഓർമ്മയുണ്ടോ ഈ മുഖം? 10 രൂപയുടെ കണ്ണാടിയും വാങ്ങിച്ചു വെച്ചു കളിപ്പാട്ടം. അയ്യോ എന്നാ ലുക്കല്ലേ മാമനെ കാണാൻ. പൊളി വെച്ചാ പൊളി, അപ്പച്ചിക്ക് ചേരും. എന്റെ രാമ, ഇത് രവിയേട്ടാ മെലിഞ്ഞാണെങ്കിൽ മറ്റേ മുരിങ്ങാക്കോല പോലെ ഇരുന്ന ചെറുക്കനാണ്. ഇപ്പൊ നല്ല ഗ്ലാമറായി. ആ മരുഭൂമിയിലെ ജീവിതം തന്നെ പലതും പഠിപ്പിച്ചേട്ടത്തി. ആ ബൈ ദ ബൈ, രാമനല്ല റാം. കോൾ മീ ദാറ്റ്. ഓക്കെ റാം. ഓക്കേ റാം അങ്കിൾ. വർഷങ്ങൾ ഇത്ര ആയില്ലേ ചേട്ടത്തി, ഞാൻ വളർന്നു. എന്റെ മനസ്സിലെ പകയും ആ ആ നാടും വീടും എന്നെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ രാമണ്ണി എന്നുള്ള പഴഞ്ഞ പേര് ഞാൻ മാറ്റി. ഇപ്പം റാം. റാമെന്ന് കേട്ട അറബികൾ എണീറ്റ് സല്യൂട്ട് അടിക്കും. ദുബായില്ലേ ഒരു ഈച്ച പറക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം. എന്ത് നിനക്ക് അവിടെ ഈച്ചടിയാ ജോലി? ഈ ചെടിയെ എന്ത് അസൂയ ചാച്ചന്? അസൂയ? ഇതാ ചേട്ടത്തി. റിങ്കി മോള്. റിങ്കി റിങ്കി. ഞാൻ പിങ്കി. ഓ മൈ ഗോഡ്, വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. പണ്ട് കടലുമുട്ടി വാങ്ങിച്ചു കൊടുത്ത് നമ്മളെ കൂടെ നടന്ന പിള്ളേരെ അങ്ങ് വളർന്നു. പക്ഷെ ഒരു കാര്യമുണ്ട് ചേട്ടാ, അണ്ണന്റെ ആ പുച്ഛം ഒരു മാറ്റമില്ല. നന്നായിക്കൂടെ അണ്ണ? എന്നെ നന്നാക്കാനാ നീ ഇപ്പം ഗൾഫിൽ നിന്ന് കുറ്റിയും പറിച്ചോണ്ട് വന്നത്? ദൈവം വിചാരിച്ചാൽ നടക്കാത്ത കാര്യം നമ്മളെ കൊണ്ട് പറ്റൂ? ഇമ്പോസിബിൾ. കറക്റ്റ്. അയ്യോ വന്ന കാലത്ത് നിൽക്കാതെ കേറി വരാമനുണ്ണി. അയ്യോ റാം കേറി. ആ അത് ചെല്ലി ചെല്ലി. ചായ എടുക്കട്ടാ? ചായ വേണ്ട ചേച്ചി, ഒരു ഗ്ലാസ് വെള്ളം മതി. വെള്ളോ? കൊണ്ടുവരാം, ഇപ്പൊ കൊണ്ടുവരേ. അപ്പച്ചിയോടെ വേറെ സ്മേ അപ്പച്ചി? അച്ഛൻ മാത്രണ്ടങ്ങളെ. ആ അങ്കിൾ ആ. അങ്കിൾ എന്ന് വന്നു? 2-3 days ആയി. ഇനി എന്ന് പോകും? പിങ്കി എന്തൊന്നും ചോദിക്കുന്നേ? കുഴപ്പമില്ല ചേച്ചി, അത് പ്രതീക്ഷിക്കാം. അണ്ണന്റെ അല്ലേ മോള്. പിന്നെ ചേട്ടത്തി ചിന്നോടെ ചേട്ടത്തി? ചിന്നു മോളിലുണ്ട്. മോളുണ്ടോ? അച്ഛമ്മ വിളിക്കാം. അച്ഛമ്മ, അച്ഛമ്മ, അച്ഛമ്മ. ഓ അതെ പിന്നെ അങ്കിളേ, ഇതിനകത്ത് എന്താ? അയ്യോ ഇത് ഞാൻ പറയാൻ പറഞ്ഞു. ഇതിനകത്ത് കുറച്ച് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ആണോ? ശരി. ചോക്ലേറ്റ്സ് മാത്രം എടുക്കുക, പിന്നെ ഒരു പെർഫ്യൂം ഉണ്ട്, അത് ചിന്നുവിന്. ചിന്നു അതിന് പെർഫ്യൂം ഉപയോഗിക്കില്ലല്ലോ. അപ്പച്ചി പെർഫ്യൂം ഉപയോഗിക്കല്ലോ. ആര് പറഞ്ഞു? അവൾക്ക് അങ്ങനെ ശീലമൊന്നുമില്ല. അയ്യോ എന്റെ അണ്ണ, ഇനി ഉപയോഗിക്കാമല്ലോ, തുടങ്ങാമല്ലോ നമുക്ക്. ഓ അയ്യോ അപ്പച്ചി. രാമ, അയ്യോ നീ എപ്പോ വന്നു? ഞാൻ കുറച്ചു നേരം അപ്പച്ചി വന്നിട്ട്. ഇത് അടവ്. സ്വന്തം അമ്മയെ ബഹുമാനിക്കാത്തവനാണ്. നീ ഇതൊക്കെ കണ്ടുപഠിക്കണം. നീ അവിടെ പോയി ഇരിക്ക്. ഇരിക്കാം. പിന്നെ അപ്പച്ചി ചിന്നോടെ അപ്പച്ചി? ചിന്നോടുണ്ടല്ലോ. ചിന്നു. അമ്മ അവള് കിടന്ന് ഉറക്കമായിരിക്കും. അവളിപ്പോ എന്തിനാ വിളിക്കുന്നത്? അവൾ ഉറങ്ങിക്കോട്ടെ, ഞാൻ വിളിച്ചാൽ എണീക്കും. ചിന്നു. എന്താ അമ്മേ? രാമേട്ടൻ ചിന്നു ഒടുവില് വന്നു അല്ലേ? വരാതിരിക്കാനാവില്ലല്ലോ. എവിടെയായിരുന്നു ഇത്രയും നാള്? എവിടേക്കോ കുറെ അലഞ്ഞു തിരിഞ്ഞു, ഒടുവിൽ ഗൾഫിൽ എത്തിപ്പെട്ടു. എന്നാലും ചിന്നു, നീ എന്നെ മറന്ന് മറ്റൊരാൾക്ക് കഴു നീട്ടി കൊടുത്തല്ലേ. എങ്ങനെ മനസ്സ് വന്നാണ്? മറന്നെന്നോ? കൂടെ വരാന്ന് പറഞ്ഞല്ലേ ഞാനന്ന്. വേലയും കൂലിയില്ലാതെ ഞാൻ നിന്നെ എങ്ങോട്ട് കൊണ്ടുപോവാൻ? എന്തോന്ന് ചിന്നു, നീ അകത്തേറിപ്പോ. അവളെന്തിനാ കയറി പോന്നെ? അവൾ ഇവിടെ തന്നെ നിൽക്കും. നീ വേണേ പോടാ.
ഞാൻ ഇവിടെ ശരിയാവില്ല, ഞാൻ പോണു. ആ അതാ നല്ലത്, നിൽക്കോ. അതെ, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇനി സംസാരിക്കാം. അതെ അതെ. രാമ, ഫുഡ് എടുക്കട്ടാ? എന്റെ ചേട്ടത്തി രാമനല്ല റാം. റാം, ഫുഡ് എടുക്കട്ടോ? ആ മുകളിലേക്ക്. സുഖമാണോ ചിന്നു? സുഖം, അങ്ങനെ പോകുന്നു. ഭാര്യയും മക്കളും ഒക്കെ സുഖമായിരിക്കുന്നോ? ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. അതെന്താ? കണ്ടില്ല, പിന്നെ ഇങ്ങനെ ഒരു മുഖം. നമ്മളെ അച്ഛനുണ്ട് പുറത്തേക്ക് അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വിട്ട് ഞാൻ എന്താ ഓക്കെ. നിന്നൊന്ന് ഗൾഫിൽ നിന്നപ്പോ കുറെ ചുമയും കൊണ്ടുവന്നില്ല. കുറച്ച് തരട്ടാ? വേണ്ട, എന്റെ കയ്യിൽ വെച്ചാ മതി. വീടൊക്കെ കണ്ട്. അതുകൊണ്ട് പത്മനാഭപുരം കൊട്ടാരം ഇത്രയും സ്ക്വയർ ഫീറ്റ് വരുമോ? ഇല്ല, കുറച്ച് കുറയും. കൊട്ടാരോ? അല്ലെ, ഇത് വീട് പിടിച്ചില്ലേ നിനക്ക്? വീടൊക്കെ പിടിച്ച്. കടമൊക്കെ തന്നെ. കടമാണെങ്കിലേ പെട്ടെന്ന് സൂക്ഷിക്കണം. ഞാൻ നോക്കിക്കോളാം. ബാങ്ക് മാനേജർ ആണെന്ന് നോക്കൂല, അവന്മാർ ജപ്തി കൊണ്ടുപോകും. ആര്? അതെ, വര പറഞ്ഞ് ജീവിക്കാൻ എനിക്കറിയാം. എന്റെ അമ്മ എന്നെ കൊച്ചിലെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, കൊച്ചിലെ നിങ്ങൾ കൊച്ചിലത്തെ കാര്യം ഇവിടെ പറയില്ല കേട്ടാ. നല്ലത്. അത് തന്നെ ഞാനും പറഞ്ഞു, കൊച്ചിലത്തെ കാര്യമൊന്നും പറയണ്ട. ആ ചിലപ്പോ ഞാൻ പോണതിന് മുമ്പ് ഇതുപോലത്തെ ഒരു വീട് വാങ്ങിച്ചാലും മതി. വാങ്ങിച്ചില്ലല്ലോ, വാങ്ങിച്ചിട്ട് പറഞ്ഞാൽ മതി. അതിന് ജോലിയും കൂലി ഇല്ലെന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും ഇങ്ങനെ കത്തി പിടിക്കാം, അല്ല വീടും വാങ്ങിക്കും. നീ എന്താടാ മനസ്സിൽ വെച്ച് സംസാരിക്കണേ? മനസ്സിൽ വെച്ച് സംസാരിക്കാൻ നല്ലത് എന്നും പറഞ്ഞ് ഞാൻ ഒന്നും മറന്നിട്ടില്ല. ഞാനും എന്നും പറഞ്ഞ് അത് മനസ്സിൽ കൊണ്ടു നടക്കണമല്ല ഈ റാം. രവിയും ഒന്നും മനസ്സിൽ വെച്ചോണ്ട് നടക്കൂല. രവിക്കും ആരോടും ദേഷ്യമൊന്നുമില്ല. അതാണ് ഈ രവി, മനസ്സിലായോ? ഞാൻ പോണു. അവിടെ പോണോ? ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ഞാനും ഇവിടെയൊക്കെ തന്നെ കാണും. അങ്ങനെ ആയിക്കോട്ടെ. ഓ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ? വേറെ വിശേഷമൊന്നുമില്ല. നിങ്ങൾക്കല്ലേ വിശേഷം? നിങ്ങൾ അളിയാ അവിടെ ചട്ടമ്പി? ചട്ടമ്പിയാ? ജീവനോണ്ടാ? ഉണ്ടെങ്കി വിളിക്കട്ടാ? നിങ്ങളെ വിളി. എനിക്കെന്തിരി വിളിച്ച? എനിക്കെന്തിനാ? അളിയെ വന്നുകണ്ടല്ല വന്നാ എനിക്കെന്തിരി? വന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് പണി. അതിന്റെ പണി മിക്കവാറും വിളിക്കേണ്ടി വരും. പോട്ടാ? പോ ചെല്ലു. ഇല്ല, പോ.